സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലിസാർഡ് ഗെയിമിംഗ്. അപ്പോൾ റോബ്ലോക്സിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ ക്ലൈം ആൻഡ് ജെം എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഞാൻ കുറച്ച് കളിച്ചു, പക്ഷേ വീഡിയോ റെക്കോർഡായില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടോട്ടലി 27K ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലും ചെറുക് അപ്ഗ്രേഡ് ചെയ്യാം. ഇതിന് മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഇതെന്ത് ചെറുക് വാങ്ങിക്കുക. പിന്നെ നമുക്ക് പെറ്റുണ്ട്. പെറ്റ് ഞാൻ കാണിച്ചുതരാം എങ്ങനെ പെറ്റിന് വാങ്ങിക്കണം. ഇനി വേണ്ടി നമുക്ക് 42 ഗെയിമിൽ അടുത്ത ചെറുക് വാങ്ങിക്കണം. നമുക്ക് ഈ മുട്ടകളുണ്ട്. ഒന്ന് 50 രൂപയും പിന്നെ ഒന്ന് 25 ഗെയിം പിന്നെ 50 ഗെയിം ആണ്. നമ്മുടെ 25 ഗെയിം തുറക്കാനേ പറ്റുള്ളൂ. 50 ഗെയിം ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ ഒരു റെയർ ആയിട്ടുള്ള റാബിറ്റിനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവരോട് തുറന്നു നോക്കാം കേട്ടോ. അവർ രണ്ടെണ്ണം നമുക്ക് തുറന്നു നോക്കാം. ഇതിനകത്ത് എന്തായിരിക്കും പിന്നെയും റെയർ ആയിട്ടുള്ള റാബിറ്റിന് തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് റെയർ അല്ലേ വേണ്ടത്, അതിനേക്കാൾ മുകളിലുള്ളതാണ് വേണ്ടത്. പിന്നെയും റെയറും ഇപ്പോൾ അടുപ്പിച്ച് 3 കേട്ടിട്ടുണ്ട്. ഇത് 25 കേട്ടാണ്. നമ്മളൊരു 7 കെ ഉണ്ട്. അതുകൊണ്ട് വിഷയമില്ല. നമുക്ക് ലെജൻഡറി ഒരെണ്ണം കേട്ടിട്ടുണ്ട്. പിന്നെ ലെജൻഡറി ഇട്ടിട്ടുണ്ട്. ഓൾറെഡി തുറന്നു നോക്കാം. രണ്ടെണ്ണം തുറന്നു നോക്കാം. പിന്നെ ലെജൻഡറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ലെജൻഡറി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടവറുണ്ട്. ടവർ കയറാൻ ഇറങ്ങാതാണ് എനിക്കറിയണത്. ഇതിലോട്ടും ഈ ഗെയിം കളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കളിക്കണേ. ഇതിലോട്ട് ഞാൻ ഈ ഒരു ടവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരു ടവറിന് വെച്ചാൽ 11 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഞാൻ ആകപ്പാടി 5 കിലോമീറ്ററോളം കയറിയിട്ടുള്ളൂ. പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്യാനും പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ കയറി വെക്കാം. അപ്പോൾ നമ്മൾ 1K ഉണ്ട്. ഗൈസ്, ഇതെന്താണിത് ഇത്ര ഫാസ്റ്റാണ്? ഞാൻ നേരത്തെ കയറിയപ്പോൾ ഇത്രയൊന്നും ഫാസ്റ്റ് ഉണ്ടായില്ല. ഇത് ഫാസ്റ്റേ ഉണ്ടായിരുന്നില്ല. അതെന്തെങ്കിലും കുറച്ച് കയറട്ടെ. ഗൈസ്, നേരത്തെ കയറിയപ്പോൾ ഈ ഫാസ്റ്റേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടു പെട്ടെന്ന് എനിക്ക് 18K 20K കയറാൻ. ഞാൻ നേരത്തെ 5 കിലോമീറ്റർ കയറിയിട്ടാണ് എനിക്ക് 42K കിട്ടിയെന്ന് വെച്ചാൽ 5 കിലോമീറ്റർ 2 പ്രാവശ്യം ഞാൻ കയറി. ഒരു പ്രാവശ്യമില്ല, 2 പ്രാവശ്യം ഞാൻ കയറിയപ്പോൾ എനിക്ക് 1 പ്രാവശ്യം കയറിയപ്പോൾ തന്നെ എനിക്ക് 46K ആയി. 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ. നമുക്ക് എന്തെങ്കിലും അടിയിലിട്ട് ഇറക്കാം. അതിൻ്റെ ഒരു ബൂസ്റ്റ് ഇപ്പോൾ ഒരു പുതിയ ഇവൻറ്റ് തന്നെ ഉണ്ട് കേട്ടോ. ബൂസ്റ്റ് ഇവൻറ്റ് നമ്മളിപ്പോൾ കയറുമ്പോൾ ബെസ്റ്റ് ടൈമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇറങ്ങിയിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒന്നുകൂടി കയറാം. കാരണം ബൂസ്റ്റ് ഇവൻറ്റിൽ പെട്ടെന്ന് ഫണ്ട് പോകുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ചെറുക്ക് അപ്ഗ്രേഡ് 42K അപ്ഗ്രേഡ് പിന്നെ 98K. അതിൻ്റെ പൈസ നമുക്കില്ല. നമുക്ക് എന്തെങ്കിലും 2 എഗ്ഗ് ഹാച്ച് ചെയ്തല്ല, 2 എഗ്ഗ് ഹാച്ച് ചെയ്തിട്ട് വരാം. 25K ആയിട്ടാണ് ഹാച്ച് ചെയ്യണം നമ്മൾ. നമുക്കൊരു ടൈഗറിനൊരു ഇത് ഇട്ടിട്ടുണ്ട്, പെറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് മെയിൻ വെച്ചാൽ പെറ്റാണ്. നമ്മൾ പെറ്റ് അപ്ഗ്രേഡ് ചെയ്താലാണ് ഇത് നമുക്ക് ഫാസ്റ്റ് ഉള്ളൂ. വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം എങ്ങനെയാണ് വെച്ചാൽ. ആദ്യം നമുക്ക് പെറ്റ് ചെറുക്കൊന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ലോ എന്ന് വെച്ചാൽ ശരിക്കും സ്ലോ. നമ്മൾ 1 രൂപ 2 രൂപ മനസ്സിൽ ചില്ലറ പൈസ കാരണം ആദ്യം എൻ്റെ ലാസ്റ്റ് 0 അപ്പോൾ 5 രൂപ കയറി. പിന്നെ 50 രൂപയ്ക്കിട്ട് ഒരു മുട്ട തുറന്ന് അങ്ങനെ ഒരു പെറ്റിനെ കിട്ടി. അങ്ങനെയാണ് കുറേ കയറിയാണ് പൈസ കിട്ടും. പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ 1K വെറുതെ നമുക്ക് നിസ്സാരം പോലെയാണ്. നമുക്ക് കണ്ട ഈ പെറ്റിനെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരേ പെറ്റ് 3 ഉണ്ടെങ്കിൽ നമുക്കത് ക്രാഫ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരെണ്ണം ഉള്ളൂ. ഇതിപ്പോൾ 2 ഉണ്ട്. ഇത് 2 നമുക്ക് മറ്റെന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് എന്നിട്ട് കയറി നോക്കാം കേട്ടോ. നമുക്കിത് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇഷ്യൂ നേരത്തെ കയറി ഇത് മോനാണ്ട് പെറ്റിനെ മറ്റേ കണ്ടോ ഫാസ്റ്റ് നോക്കിയത്. ഇപ്പം തന്നെ 10K അടിച്ച് നമ്മൾ. 2 കിലോമീറ്റർ ആവുന്നതിന് മുന്നേ നമുക്ക് 10K അടിച്ചത്. ഇപ്പോൾ 20K. പക്ഷെ കണ്ട നമ്മൾ ഓരോ പെറ്റിന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെന്താണ് ഇത് ഫ്രീ ഗിഫ്റ്റ് നമ്മൾ എന്താണ് ക്ലെയിം ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലെയിം ചെയ്യണ്ട. പിന്നെ അടുത്തത് 1 മിനിറ്റ് 30 സെക്കൻഡ് കഴിഞ്ഞാലാണ് മറ്റേന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ട ഗൈസ് നോക്കി ഗൈസ് 68K 70K ഒക്കെ എത്ര പെട്ടെന്നായെന്നൊക്കെ. 76K 80K ഇപ്പം തന്നെ നമുക്ക് 100K ആവട്ടെ. 100 അടിപ്പിച്ചിട്ട് നമുക്ക് നെൽറ്റടി ചാടിയാലോ? അല്ല വേണ്ട, നമുക്ക് എന്തെങ്കിലും ടോപ്പിലേക്ക് കയറി നോക്കിയാലോ? ഫുള്ളും ടോപ്പിലേക്ക് അറിയില്ല. നോക്കട്ടെ കേട്ടോ. സ്ലോ ആവണേൽ നമുക്ക് എന്തെങ്കിലും നോക്കാം. ഇപ്പം എന്തെങ്കിലും 100K കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും 8 കിലോമീറ്റർ കഴിഞ്ഞിട്ട് 8 കിലോമീറ്റർ കഴിഞ്ഞ് ആദ്യമായിട്ട് 8 കിലോമീറ്റർ കയറുന്ന കേട്ടോ. ചിലവന്മാരൊക്കെ നോക്കോട്ടെ. ദേ ഒരുത്തം നോക്കോട്ടെ, ഒരുത്തം പോകണോക്കോട്ടെ. എൻ്റെ അടുത്ത് കൂടി ഇപ്പം പോകട്ടെ. കണ്ട അവനൊക്കെ പോകണൊക്കെ ജെറ്റാ. അവനെന്താ ഇങ്ങനെയൊക്കെ പോകണം. ചിലപ്പോൾ നമ്മൾ പെറ്റ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴായിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് പെറ്റിനൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. നമ്മുടെ ഇപ്പോൾ എല്ലാം റെയറൊക്കെയാണ് ഇരിക്കേണ്ടത് കേട്ടോ. റെയറും പിന്നെ ഒരു ലെജൻഡറി ഉണ്ട്. ലെജൻഡറി ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. പിന്നെ വേറെ പെറ്റൊക്കെ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ തന്നെ നമ്മൾ എത്താറായിട്ടത്. എൻ്റെ കണ്ട അതാ പൊക്കത്താന്നുള്ളതാണ് സംഭവം. നമുക്ക് എന്തെങ്കിലും പൊക്കത്തിൽ കയറി നോക്കാം കേട്ടോ.
ഇപ്പം തന്നെ 184. പൈസ നോക്കിയ എന്തൊരു പൈസക്കും നോവിച്ചിട്ടേർത്തിന് കയറി പോ നോക്കിയ എന്താണത്. നമുക്ക് കഴിച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും ഫൈനലി ഇതിൻ്റെ പൊക്കത്ത് ഇതിട്ട് നമ്മളെന്തെങ്കിലും ഫസ്റ്റ് ടവർ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു ട്രോഫി കിട്ടും. ട്രോഫി കിട്ടി. പിന്നെന്താണ് ഇവിടെ ചെയ്യാനുള്ള നമുക്ക് വേറെ ഒന്നുമല്ല. നമുക്ക് ബൈനോക്കുലർ നോക്കാൻ പറ്റുമോ? ഇല്ല, അത് നോക്കാൻ പറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. നമുക്ക് വേറെ എന്താണ് ഇതിൽ ഇവിടെ ഇതെന്ന് വെച്ചാൽ ഇവിടെ വന്നൊരു ട്രോഫി കളക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് നോക്കട്ടെ ഏട്ടാ. എന്താണ് ഇവൻ്റെ കയ്യിൽ നമുക്കൊരു ബണ്ണാണ്, ക്രീം ബണ്ണാണ്. ക്രീമില്ലാത്ത ബണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിനെന്തോ ഉപകാരമൊന്നും എനിക്കറിയില്ല. ഇതിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടെ, നമുക്ക് എന്തെങ്കിലും നെൽത്തിട്ടാടാ. നെൽത്തിട്ടാടും നമ്മുടെ പൈസ ഉള്ളൂ കേട്ടോ ഗൈസ്. 296K കിട്ടുക നമ്മുടെ കയ്യിൽ. മറ്റേ ബൂസ്റ്റർ ഇവൻ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കൂടിയെന്ന് നോക്കണ്ട. നമുക്ക് എന്തെങ്കിലും 50Kയുടെ എഗ് ഹാച്ച് ചെയ്യട്ടെ കുറേ. ഇതിനകത്ത് എന്തായിരിക്കും കിട്ടണേ? എപ്പിക്കായിട്ടുള്ളൊരു സീലിനെ ഇടട്ടെ. ഇത് എപ്പിക്ക് നമുക്ക് എപ്പിക്കുന്നല്ല വേണ്ടത്. നമുക്ക് ആ മറ്റേ മഴവിൽ കിടറില്ല, അതാണ് വേണ്ടത് നമുക്ക് മെയിനായിട്ട്. പിന്നെ എപ്പിക്കട്ടെ കിട്ടും. നമുക്ക് എന്തെങ്കിലും ചെറുക അപ്ഗ്രേഡ് ചെയ്യാൻ പോയാലോ, അതായിരിക്കും ബെറ്റർ. 98K ഒരു ചെറുക്കുണ്ട്. പിന്നെ 375 നമ്മുടെ കയ്യിൽ ഇല്ല. നമ്മൾ 98K മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് 50ൻ്റെ ഒരു ഇഗ്ഗൂടി ഹാച്ച് ചെയ്യാം. നമ്മളെന്തെങ്കിലും ഇപ്പം അത് ടവർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഇനി എന്താണ് അതിന് ഗെയിം എന്നൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ലെഫ്റ്റ് സൈഡിൽ വേറെ എന്താണ് സംഭവം കാണിക്കണം. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. നമുക്ക് തെറ്റ് പറയണമെങ്കിൽ അടിയിൽ നോക്കി ഇത് ഇപ്പം നമുക്ക് ആ പൊക്കത്ത് ഇട്ടില്ലാട്ടെ. നമുക്ക് എന്തെങ്കിലും ഇവിടെ കൊണ്ട് നോക്കണം. പിന്നെ ഗിയർ, ബോക്സ്, ബൂസ്റ്റ് ഇതൊക്കെ എന്താ സംഭവം എനിക്കറിയില്ല. ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. നമ്മൾ ടെലിപ്പോർട്ട് എന്ന ഓപ്ഷൻ നമുക്ക് എന്തെങ്കിലും അവിടെ പോയി നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഈ ലെവൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്താണ് അടുത്ത ലെവലിൽ ഒന്നിട്ട് പോയി നോക്കാം. അടുത്തത് ന്യൂയോർക്കിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇത് വേണം. 2 പ്രാവശ്യം നമ്മൾ ഈ ടവർ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ അപ്പോൾ എന്തൊക്കെയല്ലേ 2 പ്രാവശ്യം ടവർ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാട്ടാ. ഗൈസ് നമ്മുടെ കയ്യിൽ പൈസ നോക്കിയാൽ ഗൈസ് 4 മില്യൺ. നമുക്ക് 4 മില്യൺ. ഞാൻ വെറുതെ കയറി പൊക്കത്ത് വെറുതെ പൈസ നോക്കും. 4 മില്യൺ നമ്മൾക്ക് ഇനി പൈസ കിട്ടി. നമ്മൾ 1 മില്യൺ ഉണ്ടാവും. 1.50K മില്യൺ നമ്മൾ ഇനിയുള്ള 30 മില്യൺ ഇടാം. അപ്പോൾ 1 മില്യൻ്റെ ചെറുകേട നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. നമുക്കിനി പൈസ ഒന്നൊരു വിഷയമല്ല ഗൈസ്. ഇത് നമുക്ക് 3 മില്യണാണ് നമ്മുടെ കയ്യിലുള്ളത്. മില്യൺ. നമുക്ക് ഇനി എന്തെങ്കിലും 50Kയുടെ എഗ് കുറച്ച് ഹാച്ച് ചെയ്യാം. 50K നമുക്ക് വിഷയമില്ല ഗൈസ്. ഇതൊക്കെ നമുക്ക് നമ്മൾ പൈസ ഉള്ളപ്പോൾ നോ വിഷയം. നമുക്ക് 3 മില്യൺ നമുക്ക് എത്ര എഗ്ഗുകൾ ഹാച്ച് ചെയ്യാം. നമുക്ക് 2 എഗ്ഗുകൾ ഹാച്ച് ചെയ്തിട്ട് പോകട്ടെ. എന്തെങ്കിലും കുറച്ചുകൂടി നല്ല പെറ്റിന് കിട്ടുമോ നോക്കാട്ടെ. നമ്മുടെ 3 മില്യൺ നമ്മൾ ഇപ്പോൾ 3-4 എഗ്ഗ് ഹാച്ച് ചെയ്തിട്ടും 3 മില്യണിന് കുറഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ 2.9 മില്യണായി. വിഷയമല്ല. നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് ഗൈസ്. പൈസക്കൊന്നൊരു വിഷയമില്ല. നമുക്ക് എന്തെങ്കിലും ഇവിടെ ഹാച്ച് ചെയ്യാം. 2 ഹാച്ച് ചെയ്യാം. അതിനകത്ത് എന്താ കിട്ടണം നോക്കട്ടെ കേട്ടോ. ഗൈസ് ഞാൻ ഉദ്ദേശിച്ച് കാണുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് പറയണം. പിന്നെ വേറെ നടത്താം. ഓൾറെഡി കിട്ടിക്കുന്ന എപ്പിക്കായിട്ടുള്ള എപ്പിക്ക് നമുക്കൊന്നും വേണ്ട. നമുക്ക് വേണ്ട. നമുക്കൊന്നും ലെജൻഡറി അല്ലെങ്കിൽ മറ്റേ സംഭവം. റെയർ വേണ്ട. അടുത്തത് ഇതിനകത്ത് എന്തായിരിക്കും? ഇതിനകത്തും റെയറൊക്കെ എന്തോരം കിട്ടും. നമുക്ക് തന്നെ 3-4 റെയർ കിട്ടിയെന്നോല്ല നമുക്ക്. ഇതുണ്ട്. പിന്നെ റെയറൊന്നും വേണ്ട സാധനങ്ങളല്ല. പിന്നെ വാരി കുരുത്തുള്ളൂ. പിന്നെ റെയർ വെറുതെ പൈസ കളയാനാണ് കേട്ടോ നമ്മുടെ. നമുക്ക് നോക്കാട്ടെ. പിന്നെ എത്തിക്കും വേണ്ട മതി. നമുക്ക് ഇനി എന്തെങ്കിലും അപ്പം സ്ഥലത്തിട്ട് വരാം. അവിടെ ഞാൻ നോക്കട്ടെ. ഇതിനകത്ത് ഇപ്പം നമുക്ക് എല്ലാം മറ്റേതോട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ പെറ്റ് നമുക്ക് കിട്ടിയത്. നമുക്ക് എന്തെങ്കിലും ഞാൻ ടെലിപ്പോർട്ട് ചെയ്ത് നമുക്ക് ന്യൂയോർക്കിലോട്ട് പോകാം. ഇനി അടുത്ത കളികളെല്ലാം അവിടെയാണ് കേട്ടോ. ന്യൂയോർക്കിലോട്ട് പോകാം. ടെലിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെയിം 11 കിലോമീറ്ററിന് ടവറുള്ളത്. ഇവിടെ എഗ്ഗിന് എൻ്റെ പൊന്നോ എഗ്ഗിന് നോക്കി 25 മില്യൺ 2.5 ബില്യൺ 450 ബില്യണാണ് ഗൈസ്.
മില്യൺ അല്ല ബില്യൺ. ഇവിടെ ഇനി ബില്യൻ്റെ കളികളായിരിക്കും കേട്ടോ. ചെറുകെല്ലാം നമുക്ക് അവിടെ തന്നെ ആ ഷോപ്പിൽ കണ്ട പോലെ തന്നെ ഇനി 30 മില്യൺ തന്നെ ചെറുക് ഉപരിയുടെ ഉള്ളൂ. പക്ഷെ എൻ്റെ പൊന്നെ ഒരു ഗഗ് ഹാച്ച് ചെയ്യണമെങ്കിൽ 2.5 ബില്യൺ വേണം കേട്ടോ. മില്യൺ അല്ല ബില്യൺ. ഇത് പൈസ പറഞ്ഞൊക്കെ കൈസ് 1 മില്യൺ കണ്ട. നമ്മൾ വെറുതെ ഇപ്പോൾ ഒരു 100 മീറ്റർ എന്നാണ്ടായുള്ളൂ. ഇപ്പോൾ തന്നെ 3 മില്യൺ 4 മില്യണൊക്കെ കേട്ടോ. ഞാൻ കുറച്ചുകൂടെ അടിച്ചാൽ കേട്ടോ 10 മില്യൺ 12 നമുക്ക് ഇതൊക്കെ ഇതൊന്നും വാങ്ങിക്കാനുണ്ട്. ക്ലെയിം ചെയ്യേണ്ടത് ഞാൻ ക്ലെയിം ചെയ്തിട്ടാ. 26 മില്യൺ. നമുക്കിനി മില്യൺസ് അല്ലേ ഇവിടെ, ഇനി ബില്യൺസിൻ്റെ കളിയാട്ടോ. മില്യൺസൊക്കെ നമുക്ക് എന്തെങ്കിലും ചാടാം പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി 2-3 പെറ്റിനെ വാങ്ങിക്കാം കേട്ടോ. അവിടെ 20 മില്യൺ എന്നാണ്ട് ഇതുണ്ട്. 25 മില്യണ്ട ഗൈസ് 431 മില്യണാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇതിനകത്ത് പൈസ നമുക്ക് കേൾക്കണ സംഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തായിരുന്നു. അതായത് നമുക്കിപ്പോൾ 406 മില്യൺ കിട്ടിയത്. നമ്മുടെ ഇതിൽ തന്നെ ഈ ഓരോ മിനിറ്റിലും ക്ലെയിം ചെയ്യാൻ പറ്റും. അതിനകത്ത് എഴുതാട്ടോ. നമുക്ക് എന്തെങ്കിലും 30 മില്യൺ ചെറുത് വാങ്ങിക്കുക, ഒരു 72 മില്യൻ്റെ വാങ്ങിക്കാം. പിന്നെ 158 മില്യൺ വാങ്ങിക്കാം. പൈസ ഉണ്ട്. പിന്നെ 900, പിന്നെ അതൊക്കെ വാങ്ങിക്കാം. നമുക്ക് 930 വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല ഗൈസ്. നമ്മളിൽ 146 മില്യൺ ഉള്ളൂ കേട്ടോ ഗൈസ്. സോറി ഞാൻ കണ്ടില്ലത്. നമുക്ക് എന്തെങ്കിലും ഒരു മുട്ട അയച്ചതൊക്കെ എപ്പിക്കായിട്ടുള്ളൊരു വോൾഫിനാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിൽ 96 മില്യൺ ഉണ്ട്. വിഷയമില്ല. അവരുടെ അയച്ചതൊക്കെ ലെജൻഡറി ആയിട്ടുള്ളവരും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും കുറച്ചുകൂടി അയച്ചു നോക്കട്ടോ. വേണ്ട നമുക്ക് ഇനി പൊക്കത്തിട്ട് നമുക്കിനി മെയിൻ പറഞ്ഞാൽ നമുക്ക് ആ ഒരു 2.5 ബില്യൻ്റെ ഒരു മുട്ടയുടെ അയച്ചിട്ട് ഈ വീഡിയോ അടിച്ച് അതിൻ്റെ പേടാം. പിന്നെ ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യും. കമൻറ്റ് നമുക്ക് എന്തെങ്കിലും പാർട്ട് 2 കൊണ്ട് വരണമെന്നാണ്. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് 1.5 ബില്യൺ ആയിട്ടുണ്ട്. ഇപ്പം നമ്മളവിടെ 50 രൂപയൊക്കെ ആദ്യത്തെ വീഡിയോസ് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ പക്ഷെ അത് ഞങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. കുറച്ച് ഞങ്ങൾ വെറുതെ 50 രൂപക്കൊക്കെയാണ് ഞാൻ എത്ര നേരം കൊണ്ടാണ് ഒരു 100 രൂപയ്ക്ക് ഉണ്ടാക്കിയത് അറിയാമോ. ഇപ്പോൾ ഇവിടെ കണ്ട ബില്യൺസിൻ്റെ കളിയാണ്. ഇനി വേണ്ടത് 2.10 ബില്യൺ വേണം ഇനി ചെറുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമുക്കതൊക്കെ ഇനി കുറച്ച് കയറിയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ആ 2.5 ബില്യൻ്റെ മുട്ട ആക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇവിടെ വൈൻഡ് അപ്പ് കേട്ടാ ഇവിടെ കയറിയോ കേട്ടാ. ഗൈസ് പൈസ നോക്കിയത് ഇപ്പം തന്നെ 1 ബില്യൺ. ഇത് ഞാൻ കുറച്ച് അടിച്ചാലാണ് കേട്ടോ, കുറച്ച് ഫാസ്റ്റ് ആക്കണേ കേട്ടാ. അറിയാം നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടാ. ഇപ്പം തന്നെ 2.5 ബില്യൺ ആവും. ഇത് 2.5 ബില്യൺ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും മുട്ട ഹാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ വീഡിയോയിൽ അങ്ങോട്ട് കുറച്ച് കൂടിയെന്ന് തോന്നണം. അതുകൊണ്ടാട്ടോ ഗൈസ്. നമുക്ക് എന്തെങ്കിലും മുട്ട ഹാച്ച് ചെയ്യുമ്പോൾ 2.5 ബില്യൺ മുട്ട വെച്ചാൽ കിട്ടണം ഗൈസ്. ലെജൻഡറി ആയിട്ടുള്ളൊരു മാജിക് ക്യാറ്റായിട്ട് ഇട്ടേക്കുന്നത് ലെജൻഡറി ആട്ടാ. അപ്പോൾ എന്തെങ്കിലും ഇത്രയുള്ള ഗൈസ്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ അതിൻ്റെ ഇപ്പം തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ ബൈ.